അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പൈ ഡേ. എന്താണ് ഈ പൈ എന്ന് പറയുന്നത്? നമ്മൾ ചെറുപ്പകാലം തൊട്ടേ കേട്ടിട്ടുള്ളതാണ് പൈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ കുറിച്ചിട്ട്. അതായത് ഏതൊരു സർക്കിളിന്റെയും സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ ഡയാമീറ്ററിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടുള്ള പൈ എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3.141592 തുടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡെസിമൽ പാർട്ട് എന്ന് പറയുന്നത്, അതായത് ആ ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന ആ ഒരു ഡെസിമൽ പാർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ടെർമിനേറ്റിംഗ് അല്ല, അവസാനിക്കുന്നില്ല, ഇങ്ങനെ അനന്തമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല ഒരു പ്രത്യേക പാറ്റേൺ അതിന്റെ ഡെസിമൽ പാർട്ടിൽ ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെസിമൽ പാർട്ട് എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗും നോൺ റിപ്പീറ്റിംഗുമാണ്. മാത്രമല്ല ഈ ഒരു നമ്പറിനെ ഒരിക്കലും നമുക്ക് P/Q ഫോമിൽ, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള ഒരു ഫോമിലേക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് പൈ എന്ന് പറയുന്ന വാല്യൂ ഒരു ഇറേഷണൽ നമ്പർ ആയിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നു. അതിനോടൊപ്പം പൈനെ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് നമ്മൾ 22/7 എന്ന് എടുക്കാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് നമ്മൾ 22/7 കണക്കാക്കാറുള്ളത്. പൈ ഡേ ആചരിച്ചു തുടങ്ങിയത് ഏകദേശം 1988 മുതലാണ്. 3.14 എന്ന് പറയുന്ന വാല്യൂവിനെ 14th of March എന്ന് നമ്മൾ റിവേഴ്സ് ചെയ്തിട്ടാണ് ഈ പൈ ഡേ ആചരിച്ചു വരുന്നത്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രശസ്തനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജന്മദിനം കൂടിയാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി പൈ ഡേ.